അതേ സീരിയൽ കാണുന്നത് നിർത്താൻ പറ്റുന്നില്ല, എന്റെ മോശമായ സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. നീ പള്ളിപ്പറമ്പിൽ പോകണ്ട പെങ്ങള്. നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന, ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ? മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ? പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കാനെടുത്ത് കടത്തി കഴിഞ്ഞാൽ നീ കൂടെ വന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു പോകുമ്മ. നീ കൂടെ അതിനകത്തേക്കൊന്ന് കടന്നു ചെല്ല്. പടച്ചവനെ, നിന്റെ അഹങ്കാരം മാറുമല്ലോ, നിന്റെ സീരിയൽ കാണല് മാറുമല്ലോ, നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുമല്ലോ. നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാ കടന്ന് പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിന്റെ ജനാസ നിനക്ക് കാണാ. അത് കണ്ടു കഴിഞ്ഞാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖബർ കളിക്കാനുള്ള സ്ഥലമല്ല, തമാശ പറയാനുള്ള സ്ഥലമല്ല. ഖബറെന്ന് പറഞ്ഞാ കളിക്കേണ്ട സ്ഥലമല്ല. ഖബറിന് നാവുണ്ട്, ഖബറിന് നാവുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ കൈകാലുകൾ വിറയ്ക്കണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നരകം പറയുമ്പോ കരയാറില്ല. പടച്ചവനെ മഹാനവറുകളുടെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടു കഴിഞ്ഞ ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്, വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഖബർ കണ്ടാ തളർന്നിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങള് നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്തേ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി കിടത്തി മണ്ണിട്ട് മൂടി ചെടിയും നട്ടിട്ട് മടങ്ങി പോകുന്ന ദിനത്തെക്കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? ആ പള്ളിപ്പറമ്പിൽ നീ ഏകനായിട്ട് കിടക്കണമല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇതിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും. ഇതിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. നീ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം, അത് 6 അടി മണ്ണിനകത്താ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഖബർ കണ്ടാ തന്നെ കരഞ്ഞോണം. ഇനി മുതൽ ഖബർ കണ്ടാ കരയണം. എവിടെ കരയാൻ? പള്ളിപ്പറമ്പിൽ പോയി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോമഡി പറയുന്നവരാ നമ്മൾ. ഫോൺ വിളിക്കണം എവിടെ നിന്നാ? ചില ചെറുപ്പക്കാര് ഫോൺ വിളിക്കുമ്പോ പാപ്പാടെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയിൽ നിന്നാ ഇല പറിച്ച് കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബർ സംസാരിക്കും മനുഷ്യ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിൽ പോകുന്നവനോട് ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബർ ഓരോ മനുഷ്യനോടും സംസാരിക്കുന്നുണ്ട്.
മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊരു ജനാസ ഖബറടക്കാ പള്ളിപ്പറമ്പിൽ പോവുകയാ. ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അതാ എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക്. അനുയായികൾ ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? മയ്യത്തിനോടുള്ള കടമകളും കടപ്പാടുകളും കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് അതാ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് കബറ് കുഴിച്ച് കബറടക്കിയല്ലോ. ഇനി എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ, എന്നെ നിങ്ങളെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിലൂടെ നടന്ന് ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. പടച്ചറബേ, ഖബറിന്റെ ചാരത്ത് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒരുപാട് നേരമായിട്ടും മിണ്ടുന്നില്ല, ഇരുന്ന് കരയുകയാണ്. ആ സമയത്താണ് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തേ എന്നോട് നിനക്കൊന്നും ചോദിക്കാറില്ലേ? ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ, എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ടേ? എന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുന്നു, ഖബറേ, നിന്റെ ഉള്ളിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, മസഖത്തുൽ അക്ഫാർ വശദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതു ലഹുമാ. അവന്റെ കഫൻ തുണികൾ വലിച്ചു കീറുകയാണ്. പടച്ചവരെ, ഖബറവിടന്ന് ഞെരുക്കുകയാണ്. അവന്റെ കണ്ണുകൾ പിഴുതെടുക്കുകയാണ്. അവന്റെ പച്ചയിറച്ചികൾ അവന്റെ ശരീരം തിന്നു കുഴിപ്പിച്ചത് മുഴുവനോ പുഴുക്കൾ തിന്നുകയാ. അവിടെ നിന്ന് ഖബറിങ്ങനെ പറന്നു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴിയവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, നിനക്ക് ഖബർ കുഴിക്കുമല്ലോ, നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മരിക്കുന്നതിന് മുമ്പ് ചില നന്മ ചെയ്യണേ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ നീ പോയാ, പള്ളിപ്പറമ്പിലേക്ക് വെറുതെ പോയാ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടവരാ. അപ്പൊ നമ്മളെല്ലാവരും മരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ, എങ്ങനെ മരിക്കണമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അള്ളാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് പറയേണ്ട വാക്കെന്തെന്നറിയുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ ദുനിയാവിൽ നീ എവിടെ കിടന്നു മരിച്ചാൽ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്ന അവസാന സമയത്ത് നീ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചാ നീ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുന്നത്. പടച്ചവരെ, മുത്തുനബി സുജൂദിൽ കിടന്ന് കരയുകയാ, അള്ളാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, എന്തോ ദുആ ചെയ്യുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ഈമാനിൽ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ ദുനിയാവിൽ മുസ്ലിമായി ജീവിച്ചിട്ട് മുസ്ലിമിനെ പോലെ നടന്നിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കാഫിറായി ചത്തുപോയ എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മുത്തുനബിയുടെ സ്വഹാബത്തിന്റെ കഥയറിയുമല്ലോ, എത്രയെത്രയോ കൊലകൊമ്പന്മാരുടെ കഥയറിയുമല്ലോ. ജീവിക്കുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം മരിക്കുമ്പോ ഈമാനില്ലാതെ ചത്തുപോയ എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം ചെറുപ്പക്കാരാ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മരിക്കുന്ന സമയം വരെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സിർക്ക് ചെയ്ത് ജീവിച്ചിട്ട് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ശഹാദത്ത് കലിമ പറഞ്ഞ് കടന്നു വന്നിട്ട് റബ്ബേ മുസ്ലിമായി മരിച്ച എത്ര പേരുടെയോ ചരിത്രങ്ങൾ പഠിച്ചവരാ. അതുകൊണ്ട് എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവോ? മക്കളെ ഉപദേശിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മക്കളെ ഉപദേശിക്കുകയാ. വവസാ ബിഹാ ഇബ്രാഹീമു വബനീഹി യഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
രണ്ട് പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, മുസ്ലിമായിട്ടേ മരിക്കാവോ എന്നവിടുന്ന് തന്റെ ഉപ്പമാര് തന്റെ മക്കളോട് അവിടുന്ന് വസിയത്ത് ചെയ്തെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനില്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടേ മരിക്കാവോ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ. അല്ലാ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഉമ്മാ മുടി നരച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഉമ്മ നീ ഇപ്പൊ തലമറയ്ക്കാ തുടങ്ങിയത്? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട്, ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി, ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി. അല്ലാഹുവേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലുംബ്രിഇൻ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെ ഉണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ, ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അല്ലാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള മരണം വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാനല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു താഹയുടെ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യ മക്കളും നിസ്കരിച്ചാ, അല്ലാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.